ഹായ് ഹലോ. നമ്മൾ ഇന്നൊരു മുരിങ്ങയില കൊണ്ട് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. തനി നാടൻ രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില, അതിൻ്റെ കൂടെ ചതച്ചിടാനായിട്ട് 1/2 കപ്പ് തേങ്ങയും 1 പച്ചമുളകും പിന്നെ 1 കോഴിമുട്ടയും. മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1 2 ഒക്കെ എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങയും പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഈ പരുവത്തിൽ ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. എണ്ണ ചൂടായി വന്നതിന് ശേഷം 3 4 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി നന്നായി ഒന്ന് മൂത്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയില നന്നായി വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച തേങ്ങ മുരിങ്ങയിലയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി ഇളക്കിയെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പാനിൽ തന്നെയാണ് നമ്മൾ മുട്ടയും ചിക്കിയെടുക്കാൻ പോകുന്നത്. അതിനായി മുരിങ്ങയില നമുക്ക് ഈ പാനിൽ നിന്നും അല്പം ഒന്ന് നീക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട പൊട്ടിച്ച് പാരാവുന്നതാണ്. മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1 2 എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുരിങ്ങയിലയും കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത്ര പണിയുള്ളൂ. നല്ലൊരു അടിപൊളി മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. വളരെ പെട്ടെന്ന് നല്ല നാടൻ രുചിയിൽ ഒരു മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാത്തവർ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുരിങ്ങയില കഴിക്കാത്തവർ വരെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും. ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.